ഹലോ. ഇന്നത്തെ എൻ്റെ വരവ് ഒരു അടിപൊളി നമ്മുടെ ഹെയർ റെമഡിയലാണ്. ഹെയർ നര, അതായത് നമ്മുടെ അകാല നര, അതായത് ചെറിയ ഒരു 32 വയസ്സ് തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്കുള്ള നര, തലയുടെ നര, തലമുടി നര മാറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൂവ്. അതായത് ഈ നീല കളറ് ശംഖുപുഷ്പം എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതങ്ങോട്ട് പറിച്ചെടുക്കുക. നമ്മുടെ വീട്ടിലുണ്ടായിട്ട് നമ്മളത് ഉപയോഗിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ ഇതാണ് ഉപയോഗിക്കണത് കേട്ടോ. എൻ്റെ തലമുടിയുടെ രഹസ്യം ഇതാണ്. എൻ്റെ തലമുടി കൊഴിയാറുമില്ല. എന്തായാലും ഈ 54 വയസ്സിൽ എനിക്ക് ഇത്രയും തലമുടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടാതെ ഇതും എൻ്റെ വീട്ടിലുള്ളതാണ്. ചെമ്പരത്തി, ഇഷ്ടം പോലെ ചെമ്പരത്തി എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇങ്ങോട്ട് പറിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഈ ചെമ്പരത്തി പറിച്ചെടുക്കുവാണ്. അങ്ങനെ ഒരു കൈ കുടന്ന നിറയെ നമ്മുടെ നീല ശംഖുപുഷ്പം പറിച്ച്, പിന്നെ നമ്മുടെ ചെമ്പരത്തി പൂവും പറിച്ച്. ഇത്രയും ചെമ്പരത്തി പൂവ് മതി. ഇത്രയും ചെമ്പരത്തി പൂവും ഇത്രയും നമ്മളുടെ ശംഖുപുഷ്പം പറിച്ചെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ ഒരു ഗ്ലാസ് വെള്ളം, ഒരൊറ്റ ഗ്ലാസ് വെള്ളം മതി കേട്ടോ. ഈ ഗ്ലാസ് വെള്ളം, ഒരു ചെറിയ ഗ്ലാസ്സിലെ വെള്ളം നമ്മൾ ഒഴിക്കുക. അതങ്ങോട്ട് തിളപ്പിക്കാനായിട്ട് വയ്ക്കുക. അതിന് ശേഷം നമ്മളുടെ ഈ ചെമ്പരത്തിയുടെ പുറകുവശത്തുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ സെപ്പൽസ്, അതങ്ങോട്ട് നീക്കിക്കളയുക. അതുപോലെ തന്നെ നമ്മളുടെ ശംഖുപുഷ്പത്തിൻ്റെ സെപ്പൽസും നീക്കിക്കളയുക. ഇത് രണ്ടും നീക്കിക്കളഞ്ഞതിന് ശേഷം നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. അതിൽ വെള്ളം ഉറുമ്പോ കീടങ്ങളുണ്ടോ എന്ന് നോക്കുക. അതൊന്ന് കഴുകി ഒന്ന് ക്ലീനാക്കിയിട്ട്, കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്താൽ മതി. വല്ല പുഴുക്കുത്തുകളോ അല്ലെങ്കിൽ ഉറുമ്പോ ഒന്നും ഇല്ലാണ്ട് അത് നല്ല ക്ലീനാക്കി ഇതേപോലെ അതിൻ്റെ ഇത് കളഞ്ഞെടുത്തിട്ട് നമ്മൾ നേരെ നമ്മളുടെ തിളയ്ക്കണ ആ വെള്ളത്തിലേക്ക്, ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്തേക്ക് കണ്ട് ഇടുക. തിളയ്ക്കണ വെള്ളത്തിലേക്ക് ഇടുക. അത് ആദ്യം നമ്മളിതാ ചെമ്പരത്തി ഇട്ടു. അതിന് ശേഷം നമ്മളിതാ ചെമ്പരത്തി ഒന്ന് ഇതായിട്ട് വന്നപ്പോഴേക്കും എൻ്റെ ഞെടുപ്പ് കളയണമായിരുന്നല്ല. അപ്പോൾ അത് കളഞ്ഞു. അത് കളഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ നേരെ കൊണ്ടുപോയി ഇതിലേക്ക് ഇട്ടു കേട്ടോ. അതങ്ങോട്ട് തിളക്കട്ടെ, നന്നായി തിളക്കട്ടെ. അതിൻ്റെ ആ രണ്ടിൻ്റെയും കൂടെ നല്ല കളറും അതിൻ്റെ രസം എല്ലാം അതിലേക്ക് അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി നന്നായിട്ട് വറ്റി ഒരു 4-5 സ്പൂൺ അത്രയേ വേണ്ടൂ കേട്ടോ. ഒരു 4-5 സ്പൂൺ ആകുന്നവരെ അത് നല്ലോണം വറ്റി. ഇതേപോലെ വറ്റുമ്പോൾ നല്ല കറുത്ത കളറായിരിക്കും, നല്ല കറുപ്പായിരിക്കും, ഒരു നീല വയലറ്റ് കറുപ്പായിരിക്കും. ഇതത്ര മതി. ഇനി നമ്മൾ നേരെ പോകുക. ഇത് നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ, മൈലാഞ്ചി. അപ്പോൾ നമ്മൾ ഈ മൈലാഞ്ചി കുറച്ച് എടുക്കുക. ഞാൻ ഒരു 2 പിടിയോളം ഊരി എടുത്തിട്ടുണ്ട്. അത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ വെള്ളം, ഇപ്പോൾ നമ്മൾ എടുത്ത വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം അതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക. ആ വെള്ളം ഒഴിച്ചിട്ട് അത് അരയ്ക്കുക. അതൊരു 4-5 സ്പൂൺ വെള്ളം ഉണ്ടാവണം. അത് നല്ലതായിട്ട് പിഴിഞ്ഞ് നമ്മൾ അരിച്ചെടുക്കുക കേട്ടോ. അത് നന്നായിട്ട് പിഴിഞ്ഞ് നമ്മളൊരു അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുക്കുക. നല്ലൊരു കട്ടിയായിട്ടുള്ളൊരു ഇതായിരിക്കും കേട്ടോ അത്. അപ്പോൾ നല്ലതായിട്ട് അരിക്കുക. അത് പിഴിഞ്ഞ് നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞ് അത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക. ഞാനത് ആ പാത്രം കൂടി ഒന്ന് ചുറ്റിച്ച് അങ്ങോട്ട് ഒഴിച്ചായിരുന്നു. ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് ഇതവിടെ അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിനൊരു കറുപ്പ് ചേർന്നൊരു കളറാണ്. നമ്മൾ മൈലാഞ്ചി അരയ്ക്കുമ്പോൾ റെഡല്ലേ, അങ്ങനെയല്ല കേട്ടോ. ഇത് ഒരു കറുപ്പ് ചേർന്ന കളറായിട്ട് തന്നെയാണ് അത് ഇരിക്കുന്നത്. അത് നമ്മളെടുത്തിട്ട് നല്ല എൻ്റെ തല ആദ്യം കാണിച്ചറിയാം. ഇപ്പം നിങ്ങൾ പറയും എൻ്റെ തലയിൽ അങ്ങനെ ഇല്ലായിരുന്നു ഇങ്ങനെ ഇല്ലായിരുന്നു എന്ന് പറയും. എൻ്റെ തല നല്ല അസൽ വെളുപ്പാണ് ഉള്ളൊക്കെ കേട്ടോ. എങ്കിലും ഞാനിത് സ്ഥിരം തേക്കുന്നതുകൊണ്ട് എൻ്റെ തലമുടിയും കൊഴിഞ്ഞിട്ടില്ല. ഉള്ള തലമുടിയൊക്കെ എനിക്കുണ്ട്. ഇത്ര ഇത് നല്ല ഭംഗിയായിട്ട് നമ്മൾ മുഖത്തൊക്കെ ആവാതെ, മുഖത്തായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു റെഡ് കളറായി പോകും. അപ്പോൾ അതാവാതെ ഫുള്ളായിട്ട് ഞാൻ ഒരു ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. തലയുടെ ഓട്ടി വരെ, തലമുടിയുടെ അറ്റം വരെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് അതങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. അത് ഫുള്ള് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഞാനത് ഒട്ടും കളഞ്ഞില്ല, കാരണം ഇതിങ്ങനെ ഞാൻ സ്ഥിരം തേക്കണേണ്. പക്ഷേ ഇതിങ്ങനെ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഓർക്കും, എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഒരിക്കലും നമ്മളൊരു ഡൈ മേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇത് ചേർത്താൽ മതി. ഇത് പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം നമ്മളെന്തായാലും ഡൈ തേക്കുമ്പോൾ ഇത്രയൊക്കെ തന്നെ തേക്കണ്ടേ. അപ്പോൾ ഇതങ്ങനെ തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ രാവിലെ അപ്പോൾ പണിയൊക്കെ ഉണ്ടാവുമല്ലോ, ആ രാവിലെ അങ്ങ് തേച്ച് വെച്ചേക്കുക. വൈകുന്നേരം ആകുമ്പോഴേക്കൊരു കുളി അങ്ങോട്ട് പാസ്സാക്കി കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ. ഇവിടെയൊക്കെ നല്ലതായിട്ട് നരച്ചതാണ്. അത് തേക്കുമ്പോൾ തന്നെ കറുത്ത് തുടങ്ങി ശരിക്കും പറഞ്ഞാൽ.
വേറൊരു ഡൈയോ ഒരു സാധനമോ ഇതിന് ഉപയോഗിച്ചിട്ടില്ല. ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ. അത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള 2 ഫ്ലവറും ഒരിലയും കേട്ടോ. ഇത് തേക്കുമ്പോൾ തന്നെ നമ്മളുടെ മേത്തുള്ള ആ രോമങ്ങൾ വെള്ള ആദ്യം ചുമന്ന് വരും, പിന്നെ അത് പതിയെ കറുത്ത് വരും കേട്ടോ. ഒരു ബ്രൗൺ ആയിട്ടുള്ള നല്ലൊരു വയലറ്റ് നിറമായിട്ടാണ് ഇതിരിക്കുക നമ്മളുടെ മുടി. ഇതാ ഞാൻ കുളിച്ച് വന്നു, വേറെ ഒരു സാധനം തേച്ചിട്ടില്ല. നിങ്ങൾ വിചാരിക്കും കുളിക്കണതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇനി ഇവർ വേറെ വല്ല ഡൈയോ വല്ല എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഞാൻ തേക്കാറില്ല, തേക്കുകയില്ല. ഒരു ചുമന്നിട്ട് ഒരു വയലറ്റ് കളറ്, അതായത് ഒരു ഡാർക്കായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അല്ലാതെ ഞാൻ ഒരു സാധനവും ഞാൻ തേച്ചിട്ടില്ല വേറെ. ഇതാ നോക്കിക്കോ, എൻ്റെ തല നോക്കിക്കോ നിങ്ങൾ. ഇതാ ഇവിടെ ഉണ്ടായിരുന്ന കറുപ്പ് വെള്ള മുടികളൊക്കെ നല്ല ഭംഗിയിൽ കറുപ്പിച്ചിട്ടിട്ട്. അപ്പോൾ ഇതൊരു നല്ല നാച്ചുറൽ ഹെയർ ഡൈ ആണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് പോരായ്മയുണ്ടെങ്കിൽ പറയണം കേട്ടോ. നാളെ ഒരിക്കൽ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് വേണമെങ്കിൽ ആരെങ്കിലും നാളെ നല്ലൊരു ഹെയർ ഡൈയുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും നമുക്കതിന് കുറ്റം പറയാൻ പറ്റില്ല. അത്ര നല്ല പ്രൊഡക്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, എന്നിട്ട് എന്നെ കുറ്റം പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ്, ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട. നാളെ ഒരിക്കൽ ഞങ്ങൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് വിപണിയിൽ ഇറക്കും എന്ന് തന്നെ വിചാരിക്കുന്നു കേട്ടോ.